ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത് സർജന്മാർ അതിമാനുഷിക ബുദ്ധിയുള്ളവരാണെന്നാണ്. അവർക്ക് ജന്മനാ തന്നെ ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉണ്ടെന്നും ആയിരക്കണക്കിന് ശസ്ത്രക്രിയ രീതികളും മെഡിക്കൽ പദങ്ങളും ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവർ കാണാപ്പാഠം പഠിക്കുമെന്നും നമ്മൾ കരുതും. എന്നാൽ സത്യം അത്ര നാടകീയമല്ല. മിക്ക സർജന്മാരും നിങ്ങളെപ്പോലെയും എന്നെപ്പോലെയും ഉള്ള വെറും സാധാരണക്കാരാണ്. നിങ്ങളുടെ തലയിലുള്ള അതേ 3 പൗണ്ട് തൂക്കമുള്ള കൊഴുപ്പിന്റെ കൂട്ടം തന്നെയാണ് അവരുടെ തലയിലുമുള്ളത്. ഇവിടെ യഥാർത്ഥ വ്യത്യാസം ബുദ്ധിയല്ല, മറിച്ച് മറവി എന്നത് ഏതാണ്ട് അസാധ്യമാക്കുന്ന ഒരു കോഗ്നിറ്റീവ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ അവർ ആശ്രയിക്കുന്നു എന്നതാണ്. നമുക്ക് പ്രശസ്തനായ അതുൽ ഗവാണ്ടയുടെ കാര്യം തന്നെ എടുക്കാം. അദ്ദേഹം തൻ്റെ സർജിക്കൽ റെസിഡൻസി തുടങ്ങിയ സമയത്ത് ഒരു രോഗിയെ കൊല്ലുന്നതിൻ്റെ വക്കിലെത്തിയിരുന്നു. സെൻട്രൽ ലൈൻ ഇടുന്നതിനിടയിൽ വന്ന പാകപ്പിഴ കാരണം കൈകൾ വിറച്ചു, ചുറ്റും രക്തം പടർന്നു. അദ്ദേഹം ആകെ പതറിപ്പോയി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അമേരിക്കയിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന സർജന്മാരിൽ ഒരാളാവുകയും വൈറ്റ് ഹൗസിന് വരെ ഉപദേശം നൽകുന്ന തലത്തിലേക്ക് വളരുകയും ചെയ്തു. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൽ മാറ്റം വരുത്തിയത്? അദ്ദേഹത്തിൻ്റെ ശീലങ്ങളും അഭിമുഖങ്ങളും പരിശോധിക്കുമ്പോൾ അത് 4 പ്രധാന കാര്യങ്ങളിലേക്ക് ചുരുങ്ങുന്നു. ആദ്യത്തെ കാര്യം കംപ്രഷൻ അഥവാ കാര്യങ്ങളെ ലളിതമായി ചുരുക്കുക എന്നതാണ്. എല്ലാം ഓർത്തുവെക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും നടപ്പില്ലാത്ത കാര്യമാണ്. നമ്മുടെ തലച്ചോറിന് ഒരു പരിധിയുണ്ട്. സൈക്കോളജിസ്റ്റുകൾ ഇതിനെ മാജിക്കൽ നമ്പർ 7 എന്ന് വിളിക്കുന്നു. അതായത് ഒരേ സമയം 7 കാര്യങ്ങൾ മാത്രമേ നമ്മുടെ വർക്കിംഗ് മെമ്മറിയിൽ നിൽക്കൂ. ഒരു ഹൃദയസ്തംഭനത്തിൻ്റെ 20 ലക്ഷണങ്ങൾ നിങ്ങൾ ഓരോന്നായി പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ തലച്ചോർ തളർന്നു പോകും. വിവരങ്ങളുടെ ഈ അമിതഭാരം നിങ്ങളെ തകർക്കും. ചില വിഷയങ്ങൾ സ്വാഭാവികമായും സങ്കീർണമായിരിക്കും. എന്നാൽ ഓരോ വാക്കും ഓരോ പേജും കാണാതെ പഠിക്കാൻ ശ്രമിക്കുന്നതിലൂടെ നമ്മളാണ് അതിനെ കൂടുതൽ പ്രയാസകരമാക്കുന്നത്. ഇത് ഒരു ഫയർ ഹോസിൽ നിന്ന് വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. എന്നാൽ വിദഗ്ധർ ഇങ്ങനെയല്ല ചെയ്യുന്നത്. അവർ കാര്യങ്ങളെ ലളിതമാക്കുന്നു. പ്രൊഫസർ പറയുന്നതെല്ലാം അവർ പകർത്തി എഴുതാറില്ല. പകരം അവർ ഒരു മാപ്പ് ഉണ്ടാക്കുന്നു. ഒരു വിഷയം മറ്റൊന്നുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിലാണ് അവർ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾക്ക് ആ കണക്ഷൻ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അത് പഠിച്ചു എന്നല്ല, വെറും കാണാപ്പാഠം ഉരുവിട്ടു എന്നാണ് അർത്ഥം. സർജന്മാർ വിവരങ്ങളെ കഷണങ്ങളായി മാറ്റുന്നു. ഒരു തുടക്കക്കാരൻ രോഗിയുടെ ശ്വാസത്തിലെ വ്യത്യാസവും തളർച്ചയുമൊക്കെ വെവ്വേറെ ലക്ഷണങ്ങളായി കാണുമ്പോൾ ഒരു സർജൻ അതിനെ ഡയബറ്റിക് കിറ്റോഅസിഡോസിസ് എന്ന ഒരു രോഗാവസ്ഥയായി കാണുന്നു. അതായത് ആയിരക്കണക്കിന് വിവരങ്ങളെ അവർ ചുരുങ്ങിയ മെൻ്റൽ സ്ക്രിപ്റ്റുകളാക്കി മാറ്റുന്നു. ഇത് നിങ്ങളുടെ തലച്ചോറിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്ന കാര്യമല്ല, മറിച്ച് വിവരങ്ങളെ സിപ്പ് ഫയലുകളാക്കി മാറ്റുന്ന രീതിയാണ്. നിങ്ങൾ കയ്യിൽ ഒതുങ്ങാത്ത സാധനങ്ങൾ വാരിപ്പിടിച്ചു നടക്കാൻ ശ്രമിക്കുമ്പോൾ അവർ അത് കൃത്യമായ ബാഗുകളിൽ അടുക്കി വെച്ച് എളുപ്പത്തിൽ കൊണ്ടുപോകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്നും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സഹായിക്കുന്നുണ്ടെന്നും ഞാൻ കരുതുന്നു. ഇത്തരം കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി എൻ്റെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്ക് വലിയൊരു പ്രചോദനമാണ്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. കംപ്രഷൻ മാത്രം കൊണ്ട് പഠനം പൂർത്തിയാകില്ല. വിവരങ്ങൾ തലച്ചോറിൽ ലോക്ക് ചെയ്യണം. അവിടെയാണ് ചോദ്യം ചെയ്യലുകൾക്ക് പ്രാധാന്യം വരുന്നത്. മെഡിക്കൽ ട്രെയിനിങ്ങിൽ സീനിയർ സർജന്മാർ ജൂനിയർമാരെ ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഒരു രീതിയുണ്ട്. നിങ്ങൾ ആകെ പരിഭ്രമിക്കുകയും വിയർക്കുകയും ചെയ്യും. ആ സമയത്ത് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് പഠനത്തെ കൂടുതൽ ശക്തമാക്കും. ഇതിനെയാണ് ആക്റ്റീവ് റീകോൾ എന്ന് വിളിക്കുന്നത്. മേക്ക് ഇറ്റ് ടിക്ക് എന്ന പുസ്തകത്തിൽ ഗവേഷകർ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങളുടെ നോട്ട്സ് വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നിങ്ങൾ അത് അറിയാമെന്ന ഒരു മിഥ്യാധാരണ ഉണ്ടാകും. ഇതിനെ ഇല്യൂഷൻ ഓഫ് കോമ്പറ്റൻസ് എന്ന് വിളിക്കുന്നു. വായിക്കുന്നത് വെറുതെ ജിം നോക്കി നിൽക്കുന്ന പോലെയാണ്. എന്നാൽ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് ശരിക്കുള്ള വർക്കൗട്ടാണ്. അതുകൊണ്ടാണ് മെഡിക്കൽ രംഗത്ത് ഒന്ന് കാണുക, ഒന്ന് ചെയ്യുക, ഒന്ന് പഠിപ്പിക്കുക എന്നൊരു ചൊല്ലുള്ളത്. നിങ്ങൾ ഒരാളെ പഠിപ്പിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ആ വിഷയം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിർബന്ധിതനാകുന്നു. ഒരു 5 വയസ്സുകാരന് ഒരു കാര്യം ലളിതമായി വിവരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അത് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അർത്ഥം. അതുപോലെ തെറ്റുകൾ വരുത്തുന്നത് വലിയൊരു കാര്യമാണ്.
ഒരു ചോദ്യത്തിന് ആത്മവിശ്വാസത്തോടെ തെറ്റായ ഉത്തരം നൽകുമ്പോൾ നിങ്ങളുടെ തലച്ചോർ ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുകയും ആ തെറ്റിനെ ഒരു നിയോൺ ബോർഡ് പോലെ അടയാളപ്പെടുത്തുകയും ചെയ്യും. തെറ്റുകൾ പരാജയമല്ല, മറിച്ച് തലച്ചോറിൽ ഒട്ടിച്ചു വെക്കുന്ന ഒരു ഓർമ്മക്കുറിപ്പാണ്. അതുൽ ഗവാന്റെ പുസ്തകം അടച്ചുവെച്ച് ശരീരഘടനയുടെ പടം മനഃപ്പാടമാക്കി വരയ്ക്കുമായിരുന്നു. ഓരോ ഞരമ്പും രക്തക്കുഴലുകളും അദ്ദേഹത്തിന് വരയ്ക്കാൻ കഴിയണം. കാരണം വരയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് അത് മുറിക്കാനും കഴിയില്ല. വെറുതെ വായിക്കുന്നവരെക്കാൾ സ്വയം പരീക്ഷിക്കുന്നവർ 50%-ലധികം അറിവ് നിലനിർത്തുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പഠനം എളുപ്പമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും പഠിക്കുന്നില്ല എന്നാണ് അർത്ഥം. നിങ്ങളുടെ തലച്ചോർ പണിയെടുത്ത് വിയർക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ലക്ഷണമാണ്. സർജന്മാർ എല്ലാ രാത്രിയും സ്വയം പരീക്ഷിക്കാറുണ്ട്. എന്നാൽ ക്ഷീണിച്ചിരിക്കുമ്പോൾ പഠിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. ഉറക്കമില്ലാതെ റെസിഡന്റുകൾ പണിയെടുക്കുന്നത് ഏതാണ്ട് മദ്യപിച്ച അവസ്ഥയ്ക്ക് തുല്യമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ഉറക്കം ഒരു ഇടവേളയല്ല, മറിച്ച് അത് പഠിച്ച കാര്യങ്ങൾ തലച്ചോറിൽ സേവ് ചെയ്യാനുള്ള ഒരു ബട്ടണാണ്. ഉറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ അത് തലച്ചോറിൽ വാടകയ്ക്ക് എടുത്ത പോലെ മാത്രമേയുള്ളൂ, അത് സ്വന്തമാക്കാൻ കഴിയില്ല. ഇതിനൊപ്പം തന്നെ അൽഗോരിതം എന്നൊരു കാര്യമുണ്ട്. ഇന്ന് പഠിക്കുന്നത് നാളെ പകുതിയും അടുത്ത ആഴ്ചയാകുമ്പോഴേക്കും പൂർണ്ണമായും മറന്നുപോകാൻ സാധ്യതയുണ്ട്. ഇതിനെയാണ് ഫോർഗറ്റിംഗ് കർവ് എന്ന് വിളിക്കുന്നത്. മറക്കുന്നതിന് തൊട്ടുമുമ്പ് നമ്മൾ അത് വീണ്ടും ഓർത്തെടുക്കുകയാണെങ്കിൽ ആ അറിവ് വളരെ ശക്തമാകും. ഇതിനായി മെഡിക്കൽ വിദ്യാർത്ഥികൾ ആംഗി പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നു. ലിഫ്റ്റിനായി കാത്തു നിൽക്കുമ്പോഴോ കാപ്പി കുടിക്കുമ്പോഴോ ഉള്ള 5 മിനിറ്റുകൾ പോലും അവർ ഇതിനായി ഉപയോഗിക്കുന്നു. ഒറ്റയടിക്ക് 5 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ ഫലപ്രദമാണ് ദിവസവും കുറച്ച് സമയം ഈ രീതിയിൽ ആവർത്തിക്കുന്നത്. ഒടുവിലത്തെ കാര്യം ഡെലിബറേറ്റ് പ്രാക്ടീസ് ആണ്. പലരും ഒരേ കാര്യം ആവർത്തിച്ച് ചെയ്യുന്നതിനെയാണ് പ്രാക്ടീസ് എന്ന് കരുതുന്നത്. എന്നാൽ വിദഗ്ധർ ചെയ്യുന്നത് അതല്ല. അവർ ഓരോ കാര്യത്തെയും ചെറിയ കഷ്ണങ്ങളായി തിരിച്ച് തങ്ങൾ എവിടെയാണ് മോശമെന്ന് കണ്ടെത്തുന്നു. ഒരു ശസ്ത്രക്രിയയിലെ ഒരു തുന്നൽ മാത്രമാണ് മോശമെങ്കിൽ അവർ ആ തുന്നൽ മാത്രം വീണ്ടും വീണ്ടും പരിശീലിക്കുന്നു. തങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ല, മറിച്ച് തങ്ങൾക്ക് വശമില്ലാത്ത കാര്യങ്ങളാണ് അവർ കൂടുതൽ പരിശീലിക്കുന്നത്. 20 വർഷത്തെ പരിചയസമ്പത്തിന് ശേഷവും താൻ കൂടുതൽ മികച്ചതാകാൻ വേണ്ടി അതുൽ ഗവാണ്ടെ ഒരു വിരമിച്ച സർജനെ തൻ്റെ ശസ്ത്രക്രിയ നിരീക്ഷിക്കാൻ വിളിച്ചു. തൻ്റെ കുറവുകൾ തനിക്ക് തന്നെ കാണാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണത്. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് അവർ അത് മനസ്സിൽ ചെയ്തു നോക്കുന്നു. വീഴ്ചകൾ മനസ്സിൽ മുൻകൂട്ടി കാണുന്നതുകൊണ്ട് ശരിക്കുള്ള ശസ്ത്രക്രിയയിൽ അവർക്ക് പതറാതെ പ്രവർത്തിക്കാൻ കഴിയുന്നു. ഈ മാറ്റങ്ങൾ ഒന്നും മാന്ത്രികമല്ല, അതൊരു സിസ്റ്റം മാത്രമാണ്. വിവരങ്ങളെ ലളിതമാക്കുക, ആക്റ്റീവായി ഓർത്തെടുക്കുക, മറക്കുന്നതിന് മുമ്പ് ആവർത്തിക്കുക, കുറവുകൾ മനസ്സിലാക്കി പരിശീലിക്കുക. നിങ്ങൾക്ക് വേണ്ടത് വലിയൊരു തലച്ചോറല്ല, മറിച്ച് മികച്ചൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്.